പാലക്കാട് MLA ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ എന്താണോ അതാണ് രാഹുൽ. അങ്ങനെയായിരുന്നല്ലോ. അല്ലാതെ ഇവർക്ക് പറയാൻ പറ്റുമോ? ഷാഫി അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ഞാൻ എന്താണോ അത് തന്നെയാണ് രാഹുൽ എന്താണോ അതാണ് ഷാഫി. അങ്ങനെ അത്രയും വലിയ ബോണ്ടിങ് ആയിരുന്നു ഇവർ തമ്മിൽ. അങ്ങനെയായിരുന്നു. ഈ വിഷയത്തിൽ ഷാഫിക്ക് ഒരറിവുമില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ച് ഷാഫിക്ക് പറയാൻ പറ്റുമോ ഈ വിഷയങ്ങളൊന്നും എനിക്കറിയില്ല എന്ന്? പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനറിയാം. അദ്ദേഹത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നല്ല ധാരണകളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നു, ഒരിക്കലെങ്കിലും പറയണ്ടേ ഞങ്ങൾ തള്ളി പറയുന്നു എന്ന്. അതൊക്കെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ നാടകം കളിച്ച് എന്തൊരു മര്യാദക്കാരനായി പോയതാ. നിങ്ങൾ നേരെ തിരിച്ച് ഇത് മറ്റൊരു ഭാഗത്ത് ആലോചിച്ച് നോക്കി. ഇത്രയും ഗൗരവമായ വിഷയം, ഒരു സാധാരണ ഈ പറയുന്ന പോലെയുള്ള ആക്ഷേപങ്ങളോ സംശയത്തിന് എന്തെങ്കിലും കണിക അവശേഷിക്കുന്ന ആക്ഷേപങ്ങളോ ഒന്നും അല്ലല്ലോ. ഭീകരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു സ്ത്രീ വേട്ട എന്ന് തന്നെ പറയുന്ന തരത്തിലുള്ള വേട്ടകൾ അല്ലേ നടന്നത്? എന്തൊരു അപമാനകരമായ സംഭവമാണ് കേരളത്തിന് തന്നെ. അങ്ങനെയുള്ള ഒരു അപമാനകരമായ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ രാഹുൽ ഷാഫി കൂട്ടുകെട്ട് ആണ് കേരളത്തിലെ ഒരു വലിയ ചർച്ച എന്നുള്ള സാഹചര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഒരു പ്രതിഷേധവും പ്രതികരണവും ഉയർന്നു വന്നു. ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ, ഇവർ പുറത്തുവിട്ട വീഡിയോ അല്ല, ഇവർക്ക് പുറകിൽ നിന്ന് ഈ MP-യുടെ പുറകിൽ നിന്ന് അദ്ദേഹം കൊണ്ടു നടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ, കുറേ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാൾ തെറി വിളിക്കുക. നമ്മൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയക്കാം, നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് ആദ്യം ആ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആദ്യം തെറി വിളിക്കുന്നത്. ആ തെറി വിളി വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുറത്തു നിൽക്കുന്ന പ്രവർത്തകർ തിരിച്ചു തെറി വിളിക്കും. ചെറുപ്പക്കാരല്ലേ, വലിയ രാഷ്ട്രീയ ഔന്നത്യവും അങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുഖത്തടി കിട്ടുമ്പോൾ മറുമുഖം കാണിച്ചു കൊടുത്തു നിൽക്കുന്ന ആളല്ലല്ലോ. നിങ്ങൾ നോക്കുക ഷാഫിയുടെ പെർഫോമൻസ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്തായിരുന്നു? മര്യാദക്ക് പോലീസ് പറഞ്ഞ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അങ്ങ് പോവുകയല്ലേ വേണ്ടത്. അങ്ങനെ പോകാനല്ലല്ലോ തയ്യാറായത്. അവരവിടെ മാധ്യമങ്ങളുണ്ട്, ഇദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കൂലിപ്പടയൊക്കെ ഇറങ്ങി റെഡിയായി എന്ന് കണ്ടപ്പോൾ വണ്ടിയിൽ നിന്നൊരു ഇറങ്ങിയിട്ടൊരു ഭയങ്കര പെർഫോമൻസ്, ക്രൗരഭാവത്തിൽ എന്തൊക്കെയാണ് പറയുന്നു കൂട്ടുന്നത്. അവിടെ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നോ? അതിൻ്റെ തുടർച്ചയായി പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവിലേക്ക് പറഞ്ഞയച്ച് പന്തവും കൊടുത്തയച്ച് തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ പോലീസിനെ ആക്രമിക്കാനൊക്കെ നേതൃത്വം കൊടുത്തില്ലേ? ഇതൊരു സുവർണാവസരമായിട്ട് അവർ ഉപയോഗിക്കുകയല്ലേ? ആരാ ഇതിൻ്റെ പിന്നിൽ? ഇത് മൊത്തത്തിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടില്ലേ ഈ ഷാഫി രാഹുൽ കൂട്ടുകെട്ടിൻ്റെ അപകടം എന്താണ് എന്ന്? ഇന്നലെയും ഇന്നുമൊക്കെ അവരുണ്ടാക്കിയ ഒരു പുകിൽ എത്രത്തോളമുണ്ട്? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധവും പ്രതികരണമൊക്കെ ഉയർത്തുക എന്നുള്ളത് ജനാധിപത്യപരമല്ലേ? അത് ഉയർത്തുമല്ലോ. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർക്കെതിരെയൊക്കെ ഇവർ നടത്തിയ പ്രക്ഷോഭങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തിനേറെ പറയുന്നു, വീണ ജോർജ് മന്ത്രിയെ ഇവർ തടഞ്ഞപ്പോൾ വീണ ജോർജ് മന്ത്രി പുറത്തിറങ്ങിയിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കാണിക്ക്. ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വലിയ മാന്യനാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നാടകം കളിക്കുന്ന MP-യുടെ വീഡിയോ നിങ്ങളൊന്ന് കാണിക്ക്. ആ ചെറുപ്പക്കാരോട് അദ്ദേഹം കാണിച്ച ഒരു വെല്ലുവിളി ഒന്നുമില്ല. ആ മണ്ഡലത്തിലെ വോട്ടർമാരല്ലേ ഇവരൊക്കെ. എത്ര ക്രൂരമാണ്. അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ബോധപൂർവമായ ഒരു കലാപത്തിലേക്ക് ആ പ്രവൃത്തിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ആരാ? ഈ MP ഷാഫി പറമ്പിലാ. അദ്ദേഹം ഒരു കലാപമോ ഒരു വലിയ സംഘർഷമോ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത്, ജാള്യത മറക്കാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നല്ല ജാഗ്രത വേണം എന്ന് ഞങ്ങളുടെ സഖാക്കളോട്. നല്ല ജാഗ്രത വേണം. ഈ ഷാഫി രാഹുൽ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് അപകടമായിട്ടുള്ള വലിയ രീതിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടാണ്. ഇവരെന്തും ചെയ്യും, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്, എന്തും പറയും, എന്ത് നുണയും പറയുന്ന തരത്തിലേക്ക് പോകുന്നവരാണ്. ആരെയും ആക്രമിക്കും. അതുകൊണ്ട് നല്ല ജാഗ്രത വേണം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എവിടെയും ആ MP-യെ തടയാൻ തീരുമാനിച്ചിട്ടില്ല. തടയാൻ തീരുമാനിച്ച ശരത്തിനുൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്, തടയാതെ ഒന്നും നിന്നിട്ടില്ല. ഞങ്ങൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞെടുത്ത് നിൽക്കും. അത് MP ആയാലും ആരായാലും. അതിനുശേഷിയുള്ള പ്രസ്ഥാന DYFI. പക്ഷെ ഞങ്ങൾ ഇവിടെ അങ്ങനെ തടയാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തും. അത് ജനം ആഗ്രഹിക്കുന്നുണ്ട്.
മേലിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി അപ്പോൾ വസീഫ് ഒരു കാര്യം, ആവർത്തിക്കാത്ത തരത്തിൽ, അപ്പോൾ ഈ ജാഗ്രത ഉണ്ടാകുന്ന തരത്തിൽ വടകരയിലും വലിയൊരു ഇടപെടൽ പാലക്കാടും സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. വസീഫ്, വടകരയിലും പാലക്കാടും ഇതിനെതിരായിട്ടുള്ളൊരു വലിയ ആശയപ്രചാരണം ഒരു സമരമായി ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുമെന്നാണോ? തീർച്ചയായിട്ടും ഈ എം പിയെയും ഈ രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലെ വി ഡി സതീശന്റെ നിലപാടുകളെയും ഒക്കെ തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ പ്രചാരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. ഒരു തർക്കവും വേണ്ട. ശരി.